മലപ്പുറം വെളിമുക്ക് പടിക്കലിൽ അച്ഛനെയും 1 വയസ്സുള്ള മകളെയും കാണാതായതായി പരാതി. പള്ളിയാൾമാട് സ്വദേശി ആലിങ്ങൽ തൊടി മുഹമ്മദ് സഫീർ, മകൾ ഇനായ മെഹറിൻ എന്നിവരെയാണ് കാണാതായത്. ചെമ്മാടുള്ള ഭാര്യ വീട്ടിൽ നിന്ന് ഇന്നലെ കുഞ്ഞിനെയും കൊണ്ടുപോയ സഫീറിനെ കുറിച്ച് പിന്നീട് ഒരു വിവരം ലഭിച്ചില്ലെന്നാണ് പിതാവ് മുഹമ്മദ് കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. തിരൂരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ കൊണ്ടുപോകാറ് 12:30 മണിയോടെ സ്വിച്ച് ഓഫാണ്. പിന്നെ 2 വർക്കില്ല, ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇതുവരെയും സ്വിച്ച് ഓഫ് തന്നെ എടുക്കണത്. ഇവിടെ ഭാര്യ വീട്ടിൽ പറഞ്ഞ ഒരു വിഷ്ണുവിൻ്റെ സ്നേഹിതമാരെ കല്യാണം എന്ന് പറഞ്ഞു. അവിടെ ഞാൻ കല്യാണത്തിൽ പോകുന്ന പറഞ്ഞ കുട്ടിനെ കൊണ്ടേക്കുന്നത്. അങ്ങോട്ട് വിളിച്ചാൽ പറഞ്ഞ് വിഷ്ണു അവിടെ ഉണ്ട്, അവന് കല്യാണമൊന്നുമില്ല. മക്കളെ നമുക്കെല്ലാം ബേജാറായത്. അതാണ് നമുക്ക് എല്ലാം വലിയ വിഷമം വന്നത്. ഇവിടേക്ക് കൊണ്ടുപോയി ഇതുവരെ ഒരു തുല്ല. അവരോട് പറഞ്ഞ് കുട്ടിനെ ഒരുക്കാൻ ഞാനും കല്യാണം എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ അടുത്ത് വേറെ ആൾക്കാരുണ്ട്, വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളപ്പം കുറഞ്ഞു തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തുകൊണ്ട് പോയത്. പിന്നെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, എന്താണ് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഒപ്പം ഈ കുടുംബം എന്താണ് പറയുന്നത്? എങ്ങോട്ട് പോയി, കല്യാണത്തിന് പോയി എന്ന് പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് നൽകുന്ന വിവരങ്ങൾ, കുടുംബം നൽകുന്ന വിവരങ്ങൾ. ശ്രുതി, ഇന്നലെ വൈകിട്ടാണ് മലപ്പുറം ചെമ്മാട് നിന്നും മലപ്പുറം സ്വദേശിയായ യുവാവിനെയും മകളെയും കാണാതാകുന്നത്. പടിക്കൽ പള്ളിയാൾമാട് സ്വദേശി ആലിങ്ങൽ തൊടി മുഹമ്മദ് സഫീർ, 30 വയസ്സുള്ള യുവാവാണ്. ഇയാളുടെ മകൾ 1 വയസ്സുള്ള ഇനായ മെഹ്റിൻ എന്ന് വിളിക്കുന്ന കുഞ്ഞിനെയും കാണാതായി എന്നുള്ളതാണ് കുടുംബം തിരൂരങ്ങാടി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പോലീസ് പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു സഫീറിന്റെ ഭാര്യ വീടായ ചെമ്മാട് നിന്നുമാണ് ഇത്തരത്തിൽ ഇദ്ദേഹം കുഞ്ഞിനെയും കൂട്ടി ഇവിടെ നിന്നും പോയത് എന്നുള്ളതാണ്. അതായത് കുടുംബാംഗങ്ങളെ, ഭാര്യയെ വിളിച്ചുകൊണ്ട് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ട്, കുഞ്ഞിനെ ഒരുക്കി നിർത്തണമെന്ന് പറയുന്നു. തുടർന്ന് കുഞ്ഞിനെ ഒരുക്കി നിർത്തുന്നു. ആ കുഞ്ഞിനെയും കൂട്ടി ഒരു ഓട്ടോയിൽ കയറി പോയി എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട സമയത്തൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ ഒരു നിമിഷം വരെ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് ഈ ഒരു സഫീറിന്റെ പിതാവ് മുഹമ്മദ് കുട്ടിയും നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി ചെന്നൈയിൽ ഒരു ബേക്കറി കൂൾബാർ നടത്തിവരികയാണ് മുഹമ്മദ് സഫീർ. അവിടെ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തിവരികയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വരുന്നത്. തുടർന്നൊരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഭാര്യയെ വിളിക്കുന്നതും കുഞ്ഞിനെ ഒരുക്കി നിർത്താൻ പറയുന്നതും. ആ ഒരു സമയത്ത് ഭാര്യ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, കുഞ്ഞിനെ മാത്രം ഒരുക്കി നിർത്തിയാൽ മതി എന്ന് പറയുകയായിരുന്നു. തുടർന്ന് കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫോണിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പല നമ്പറുകളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാര്യ ഇത്തരത്തിൽ തിരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇദ്ദേഹം യാത്ര ചെയ്ത ഓട്ടോയിൽ നിന്നും പോലീസിനൊരു രേഖ, അതായത് ഇദ്ദേഹം കൊണ്ടുവന്നൊരു രേഖ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫയലാണ്. ആ ഒരു ഫയലിൽ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടങ്ങിയ രേഖകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഫോൺ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ട്രേസ് ചെയ്തു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പടിക്കലിലാണ് അച്ഛനെയും 1 വയസ്സുള്ള മകളെയും കാണാതായിരിക്കുന്നതായി പരാതി ലഭിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.